നമസ്കാർ ദോസ്തോ. ഇന്ന് നമ്മൾ മഹാദേവി വർമ്മയുടെ ഗൗര എന്നൊരു സംസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പിൻ്റെ സമ്മറിയാണ് നോക്കുന്നത്. ചലിയെ ശുരു കർത്തേ ഹൈ. गौरा संस्मरण महादेवी वर्मा के मेरा परिवार में संकलित है. इसमें लेखिका ने अपनी पालतू गाय गौरा के साथ बिताए अनुभवों को सजीव और मार्मिक रूप में प्रस्तुत किया है. മഹാദേവി വർമ്മയുടെ ഗൗര എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ സംസ്മരൺ അവരുടെ മേരാ പരിവാർ എന്നുള്ളൊരു ഓർമ്മക്കുറിപ്പിൻ്റെ ആ ഒരു കളക്ഷനിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇതിൽ റൈറ്റർ അവരുടെ വളർത്തുമൃഗമായ ഒരു പശു ഗൗരയെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടും വളരെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. महादेवी वर्मा गौरा को अपनी बहन श्यामा के घर से लेकर आई थी. जब उन्होंने गौरा को पहली बार देखा तो उनके मन में पशुपालन को लेकर जो संकोच था वह दूर हो गया. वे उसे अपने घर लाकर प्रेम और स्नेह से उसका पालन पोषण करने लगी. മഹാദേവി വർമ്മയ്ക്ക് തൻ്റെ സഹോദരിയായ ശ്യാമയുടെ വീട്ടിൽ നിന്നാണ് ഗൗര എന്ന് പറയുന്ന ഈ ഒരു പശുവിനെ കിട്ടിയത്. ആദ്യം അവർക്ക് ഗൗരയെ കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പശു അതിനെ വളർത്താനുണ്ടായിരുന്ന ചിന്തകളും ആ ഒരു മടിയൊക്കെ ഇല്ലാതായി പോയെന്നാണ് പറയുന്നത്. ഇതിന് ശേഷം അവർ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ പശുവിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം മഹാദേവി വർമ്മ വളരെ സ്നേഹത്തോടു കൂടി ആ പശുവിനെ ഗൗര എന്ന് പറയുന്ന ആ പശുവിനെ അവരുടെ വീട്ടിൽ വളർത്താൻ തുടങ്ങി. ഗൗര സുന്ദർ, ശാന്ത് और दयालु थी. उसकी लंबी गर्दन, छोटे सींग, कमल जैसे कान और चमकती आंखें देखकर हर कोई मंत्रमुग्ध हो जाता था. घर पहुंचते ही उसका स्वागत आरती से किया गया और उसका नाम गौरांगिनी रखा गया. सब उसे प्यार से गौरा कहने लगे. ഗൗര എന്ന് പറയുന്ന ആ പശു കാണാൻ വളരെ ഭംഗിയുള്ളതും ശാന്ത സ്വഭാവമുള്ളതും ദയാലുവുമായിരുന്നു. അതിൻ്റെ നീണ്ട കഴുത്ത്, ഗർദൻ കഴുത്ത്, ചോട്ടേ സിംഗ് ചെറിയ കൊമ്പ്, താമര പോലെയുള്ള ചെവി, നല്ല തിളക്കമുള്ള കണ്ണുകൾ, ഇതൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. വീട്ടിലെത്തി ഉടനെ തന്നെ ഗൗരയെ മഹാദേവി വർമ്മയുടെ വീട്ടിലുള്ളവർ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ഗൗരാംഗിനി എന്ന് പേര് വെച്ചു. ആ ഒരു പെൺപശുവിന് അവർ ഗൗരാംഗിനി എന്ന് പേര് വെച്ചു. എല്ലാവരും സ്നേഹത്തോടെ അതിനെ ഗൗര എന്ന് വിളിക്കാൻ തുടങ്ങി. മഹാദേവി വർമ്മയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഈ പശുവിന് ഗൗര എന്ന് പേര് വന്നത്. ധീരെ ധീരെ വह घर का अभिन्न हिस्सा बन गई. घर के पशु पक्षी बिल्लियां सब उसके पास खेलने आते थे. गौरा के कारण घर में कभी अकेलापन महसूस नहीं होता था. മെല്ലെ മെല്ലെ ഗൗര ആ ഒരു വീട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായി മാറുകയാണ്. ഒഴിച്ചുകൂടാനാവാത്തൊരു പാർട്ടായി മാറി. അഭിന്ന ഹിസ്സ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം. വീട്ടിലുള്ള മറ്റു ജീവികൾ, പശു പക്ഷി, ബില്ലി, പൂച്ചകൾ എല്ലാം തന്നെ അവളുടെ അടുത്ത് വന്നിട്ട് കളിക്കാൻ തുടങ്ങി. ഗൗരയുള്ളത് കാരണം ആ വീട്ടിൽ സന്തോഷമൊക്കെ വരാൻ തുടങ്ങി. അവിടെ ഒരു തരത്തിലുള്ള ഒരു സെപ്പറേഷനോ ഒരു തരത്തിലുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ ഇരിക്കാൻ തുടങ്ങി. एक वर्ष बाद गौरा ने एक सुंदर, मजबूत और लाल रंग के बछड़े को जन्म दिया. उसका नाम लाल मणि रखा गया, पर सब उसे लालू कहने लगे. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ഗൗര ഒരു സുന്ദരനായ ഒരു കാളക്കുട്ടിക്ക് ജന്മം നൽകി. അതിൻ്റെ പേര് ലാൽമണി എന്ന് ഇട്ടു. പക്ഷെ എല്ലാവരും അതിനെ സ്നേഹത്തോടെ ലാലു എന്ന് വിളിക്കാൻ തുടങ്ങി. गौरा प्रतिदिन 12 सेर दूध देती थी. लालू के लिए कुछ दूध छोड़ने पर भी पर्याप्त दूध बच जाता था. दूध अधिक होने लगा तो नियमित दुग्ध दोहन के लिए उसी ग्वाले को बुलाया गया जो पहले भी घर में दूध दिया करता था. അങ്ങനെ ഗൗര ദിവസവും 12 സെയറിലധികം പാല് തരാൻ തുടങ്ങി. 12 സെയറോളം പാൽ തരാൻ തുടങ്ങി. സെയർ ഒരു കണക്കാണ്, അളവ് ലിറ്റർ പോലെ ഒരു കണക്കാണ്. ലാലുവിന് പാല് കൊടുത്തതിന് ശേഷവും ഒരുപാട് പാല് ബാക്കി വരാൻ തുടങ്ങി. ഈ പാൽ അധികമായത് കാരണം അവർ പാൽ കറക്കാൻ വേണ്ടി ഗൗര പശുവിൻ്റെ പാല് കറക്കാൻ വേണ്ടി ഒരു കറവക്കാരനെ ഏർപ്പാടാക്കി. ആ കറവക്കാരൻ മുന്നേ മഹാദേവി വർമ്മയുടെ വീട്ടിൽ പാല് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അങ്ങനെ ആ ഒരു ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു. कुछ महीनों बाद गौरा ने खाना कम कर दिया
और वह कमजोर होती चली गई। पशु चिकित्सकों को बुलाया गया। उन्होंने बताया कि किसी ने गुड़ में सुई छुपाकर गौरा को खिला दी है, जो रक्त संचार के साथ उसके हृदय तक पहुंच गई है. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുപോയി. കുറച്ച് മാസം കഴിഞ്ഞതോടുകൂടി ഗൗര ഭക്ഷണം കഴിക്കുന്നത് കുറച്ചു. മാത്രമല്ല അവൾ വളരെ വീക്കായി വരാനും തുടങ്ങി. അങ്ങനെ കുറേ മൃഗ ഡോക്ടേഴ്സൊക്കെ വന്നു. അവരെ ഒക്കെ ഇവളെ പരിശോധിച്ചു, എക്സ്റേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ആരോ ഗൗരയ്ക്ക് ശർക്കരയിൽ സൂചി ഒളിച്ചു വെച്ചിട്ട് അത് അവൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അവൾ തിന്നു, ഗൗര തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു സൂചി, അവളുടെ ശരീരത്തിലെത്തിയ സൂചി രക്തത്തിൻ്റെ ആ ഒരു സർക്കുലേഷൻ, ആ ഒരു സഞ്ചാരത്തിൻ്റെ കൂടെ ഹൃദയത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഹൃദയത്തിനടുത്ത് വരെ എത്തിയ സൂചി വിഴുങ്ങിയ ആ ഒരു ശർക്കരയിലൂടെ ആ സൂചി അവളുടെ ഹൃദയത്തിനടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. जैसे ही सुई हृदय को पार करेगी, गौरा की मृत्यु निश्चित है. बाद में स्पष्ट हुआ कि यह क्रूरता उसी ग्वाले ने की थी. कुछ ग्वाले उन घरों में जहां गाय अधिक दूध देने लगती है और उनसे दूध लेना कम हो जाता है, लालच में ऐसे अमानवीय तरीके अपनाते थे. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, എന്താ ഇനി ഈ സൂചി എപ്പോഴാണോ ഹൃദയത്തെ കടന്നു പോകുന്നത്, ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്നത്, ആ സമയം എന്തായാലും ഗൗര മരിച്ചിരിക്കും. അവളെ ഒരു തരത്തിലും രക്ഷിക്കാൻ ഇനി പറ്റില്ല. പക്ഷേ പിന്നീടാണ് ഏറ്റവും വലിയൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ ക്രൂരത ചെയ്തത് അവളെ പാല് കറക്കാൻ വരുന്ന ആ ഒരു കറവക്കാരനായിരുന്നു. അയാൾ മനഃപൂർവ്വം ഗൗരയ്ക്ക് ഇങ്ങനെ ശർക്കരയിൽ സൂചി ഒളിപ്പിച്ച് വെച്ച് കൊടുത്തത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ചില വീടുകളിൽ എവിടെയാണോ പാൽക്കാരൻ പാല് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ആ വീട്ടിൽ പശു ഉണ്ടാവുകയും അവിടെയുള്ള പശു ഒരുപാട് പാല് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ പിന്നീട് ഇവരുടെ അടുത്ത് നിന്ന് പാല് വാങ്ങില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അവർക്ക് സഹിക്കാൻ പറ്റാതാവുകയും ആ പശുവിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ ചില കറവക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതേ കാര്യമാണ് ഇയാളും ചെയ്തിട്ടുള്ളത്. അത്രയൊരു അത്യാഗ്രഹത്തിൻ്റെ പുറത്താണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. गौरा की हालत बिगड़ने लगी. लालू हमेशा उसकी बगल में खड़ा रहता. महादेवी जी दिन रात जाग कर उसकी सेवा करती रही. आखिर एक दिन ब्रह्म मुहूर्त में गौरा ने लेखिका के कंधे पर सिर रखकर अंतिम सांस ली. ദിവസം കഴിയുന്തോറും ഗൗരയുടെ സ്ഥിതി വളരെ മോശമായി വരാൻ തുടങ്ങി. ബിഗഡ്നെ ലഗി. ലാലു, അവളുടെ കുട്ടി എന്താണ്, എപ്പോഴും അവളുടെ അടുത്ത് തന്നെ നിൽക്കാൻ തുടങ്ങി. അതിനൊന്നും മനസ്സിലാകുന്നില്ല. മഹാദേവിജിയും റൈറ്ററും എന്താണ് എപ്പോഴും ഇങ്ങനെ ഗൗരയുടെ അടുത്ത് വന്നിട്ട് അതിനെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒരു ദിവസം ബ്രഹ്മമുഹൂർത്തമായപ്പോൾ ഗൗര ലേഖികയുടെ ചുമലിൽ തലവെച്ചുകൊണ്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. अपने अंतिम क्षण तक उसने लालू को अपने पास से दूर नहीं जाने दिया. यह दृश्य देखकर महादेवी जी की आंखें भर आई. തൻ്റെ അവസാന നിമിഷം വരെ ഗൗര തൻ്റെ കുട്ടിയെ അവളെ അടുത്ത് നിന്ന് മാറാൻ സമ്മതിക്കാതെ തന്നെ നിൽക്കുകയായിരുന്നു ചെയ്യുന്നത്. ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി മഹാദേവി വർമ്മക്ക് അത്രയും മനസ്സിന് വിഷമം ഉണ്ടായിന്നാണ് പറയുന്നത്. സച്ചാ പ്യാർ ഹർ ജീവ് മേ ഹോത്താ ഹൈ, കിസി ജാതി യാ രൂപ് സേ ഫർക്ക് നഹി പഡ്താ. അപ്പോൾ റൈറ്റർ പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരിയായ സ്നേഹം എല്ലാ ജീവികളിലും ഉണ്ട്. അത് മനുഷ്യനാകണമെന്നൊന്നുമില്ല. അമ്മയും കുട്ടിയും, ആ പശു കുട്ടിയും അമ്മയും ഗൗരയും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇത് റൈറ്ററായ മഹാദേവി വർമ്മ വളർത്തിയ അവരുടെ പ്രിയപ്പെട്ട പശുവിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും കഥയാണ്. तो दोस्तों, यह था गौरा का पूरा समरी और एक्सप्लेनेशन. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സംസ്മരണയുടെ സമ്മറിയുടെ PDF ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അത് നോക്കുക. മിൽത്തേ ഹേ അഗലി വീഡിയോ മേ. തബ് തക് കെ ലിയേ ധന്യവാദ്.